അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിന്റെ ഫസ്റ്റ് ലേഡിയായ രാമ ദുവാജിയെ ചുറ്റിപ്പറ്റിയുള്ള സ്പോട്ടിഫൈ വിവാദം ചൂടുപിടിക്കുകയാണ്. ഹംഗ്രി ബട്ട് സെക്സി ഫോർ ഫലസ്തീൻ എന്ന 21 പാട്ടുകൾ അടക്കുന്ന പ്ലേലിസ്റ്റാണ് സ്പോട്ടിഫൈ നീക്കം ചെയ്തിരിക്കുന്നത്. ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളും വ്യക്തിപരമായ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും എങ്ങനെ ഒരു ദേശീയതല വിവാദത്തിലേക്ക് വഴിവെക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഇത് മാറുന്നു. രാമ ദുവാജി ഒരു കലാകാരി എന്ന നിലയിലാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്. അറബ് ഐഡന്റിറ്റി, സ്ത്രീകളുടെ ജീവിതം, മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം, ഫലസ്തീൻ സോളിഡാരിറ്റി തുടങ്ങിയ വിഷയങ്ങൾ അവരുടെ ചിത്രങ്ങളിലും മറ്റ് കലാപ്രവർത്തനങ്ങളിലും നിഴലിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ന്യൂയോർക്ക് രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ സൊഹ്റാൻ മംദാനിയുടെ ഭാര്യ എന്നതും അവർക്ക് കൂടുതൽ പൊതുശ്രദ്ധ ലഭിക്കാൻ കാരണമായി. എന്നാൽ ഇപ്പോൾ അവരുടെ പേഴ്സണൽ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിനെ ചൊല്ലിയാണ് അമേരിക്കൻ രാഷ്ട്രീയ ചർച്ചകൾ പോകുന്നത്. സ്പോട്ടിഫൈ അക്കൗണ്ടിൽ ഫലസ്തീൻ പിന്തുണയുള്ള നിരവധി പ്ലേലിസ്റ്റുകൾ കണ്ടെത്തിയെന്നതാണ് ആരോപണം. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പ്ലേലിസ്റ്റ് ഹംഗ്രി ബട്ട് സെക്സി ഫോർ ഫലസ്തീൻ എന്ന പേരിലായിരുന്നു. മറ്റൊന്ന് P2P ഫലസ്തീൻ ടു പ്രീ DC പ്രൊട്ടസ്റ്റ് ട്രിപ്പ് എന്ന പേരിലുമായിരുന്നു. ഈ പ്ലേലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ഗാനങ്ങളുടെ വരികളാണ് വിവാദത്തിന് പ്രധാന കാരണമായി നിൽക്കുന്നത്. ചില ഗാനങ്ങളിൽ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങളും പ്രകോപനപരമായ ഭാഷയും ഉണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രത്യേകിച്ച് അന ബഖ്ര ഇസ്രായേൽ എന്ന അറബിക് വരിയുടെ അർത്ഥം ഐ ഹേറ്റ് ഇസ്രായേൽ എന്നാണെന്നും ആരോപിക്കുന്നവർ പറയുന്നു. മറ്റൊരു ഗാനത്തിൽ ഇസ്രായേലിനെതിരെ അസഭ്യമായ രീതിയിലുള്ള വരികളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ആരോപണം. ഈ ഗാനങ്ങൾ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ബന്ധപ്പെട്ട സ്പോട്ടിഫൈ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഇതോടെ വിഷയത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യവും ലഭിച്ചു. ഈ വിവാദം ഇത്രയും വലുതാകാനുള്ള ഒരു പ്രധാന കാരണം രാമ ദുവാജിയുടെ ഭർത്താവായ സൊഹ്റാൻ മംദാനിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ്. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലും ഫലസ്തീൻ സോളിഡാരിറ്റി പ്രസ്ഥാനങ്ങളിലും പിന്തുണ അറിയിച്ചിട്ടുള്ള ആളാണ് മംദാനി. കൂടാതെ മംദാനി അമേരിക്കയിലെ പ്രോഗ്രസീവ് രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്ന സാഹചര്യത്തിൽ, ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം ഇസ്രായേൽ സർക്കാരിനെ വിമർശിച്ചിട്ടുള്ള സാഹചര്യത്തിൽ വിഷയം കൂടുതൽ ചർച്ചയാവുന്നത് സ്വാഭാവികമാണ്. സ്പോട്ടിഫൈ വിവാദത്തിന് മുൻപും രാമ ദുവാജി പല വിമർശനങ്ങളും നേരിട്ടിട്ടുള്ളതാണ്. പഴയ ഇൻസ്റ്റഗ്രാം ലൈക്കുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, പൊളിറ്റിക്കൽ ആർട്ട് വർക്കുകൾ എന്നിവ വീണ്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ഫലസ്തീൻ അനുകൂല പോസ്റ്റുകൾ അവർ ലൈക്ക് ചെയ്തിരുന്നതായും വിമർശകർ പറയുന്നു. തെൽ അവീവിനെ കുറിച്ചുള്ള പഴയ പോസ്റ്റുകളും വീണ്ടും പുറത്തു വന്നു എന്നതാണ് ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ ജൂവിഷ് സംഘടനകളും ചില കൺസർവേറ്റീവ് രാഷ്ട്രീയ പ്രവർത്തകരും രാമ ദുവാജിക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. അതേസമയം രാമ ദുവാജിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് എങ്ങനെ ഹെയ്റ്റ് സ്പീച്ച് ആകും എന്നതാണ്. മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് ഒരു രാഷ്ട്രീയ നിലപാടാണ്. അതെങ്ങനെ ആന്റിസെമിറ്റിസമായി കാണും? കൂടാതെ കലയെ ദേശീയ വിവാദമാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ആക്രമണമാണെന്നും ഒരു കൂട്ടർ പറയുന്നു. ഇതിനിടയിൽ തന്റെ ചില പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഖേദമുണ്ടെന്ന് വ്യക്തമാക്കി രാമ ദുവാജിയും രംഗത്തെത്തി. പക്ഷേ ആ ഖേദപ്രകടനം ഫലസ്തീൻ പിന്തുണയുള്ള മറ്റ് രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമൊന്നുമല്ല. അതിനവർ തയ്യാറുമല്ല എന്നതുകൊണ്ട് തന്നെ വിവാദം ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല.